അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ 9ാമത്തെ പാഠം ഫഅാലിൽ ലിമാ യുരീദ് എന്ന പാഠം വായിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ഫഅാലുൽ ലിമാ യുരീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്. ഇവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല. എൻ്റെ മാതാപിതാക്കൾ ആരാകണമെന്ന് തീരുമാനിച്ചതും ഞാനല്ല. എൻ്റെ ജനന തീയതി തീരുമാനിച്ചതും ഞാനല്ല. എൻ്റെ സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സിരകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തക്കുഴൽ, ഞരമ്പുകൾ. എൻ്റെ സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഞാനല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം എൻ്റെ നിയന്ത്രണത്തിലല്ല. ഹൃദയത്തിൻ്റെ സ്പന്ദനം എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ്. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം എൻ്റെ നിയന്ത്രണത്തിലല്ല. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളെ സംബന്ധിച്ചും ശരിയാണ്. ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അതേ രൂപത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇവയൊന്നുമുള്ളത്. നാമുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ല. എല്ലാം നിശ്ചയിക്കുന്നത് അല്ലാഹു തആലയാണ്. അല്ലാഹു തആലയുടെ ഖദറനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഉദാഹരണം കള്ളു കുടിക്കൽ. അല്ലാഹു തആല നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും അവസരം തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഏതുണ്ട്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതേതുപോലെ ഉദാഹരണത്തിന് കള്ളു കുടിക്കൽ പോലെ. അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും. കള്ളു കുടിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അതുപോലെ നിർബന്ധമായവയുമുണ്ട്. നിർബന്ധമായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. ഉദാഹരണം ഏതുപോലെ 5 വക്ത് നിസ്കരിക്കൽ പോലെ. അത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ശിക്ഷ ലഭിക്കും. അപ്പോൾ അല്ലാഹു തആല നമുക്ക് മുന്നിൽ ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏത് കാര്യം ചെയ്യണം ചെയ്യരുത് എന്ന് അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ ലഭിക്കും. ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നത് പോലെ. എന്നാൽ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ ലഭിക്കും. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കൽ നമുക്കെന്താണ്? നിർബന്ധമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെത്തിയപ്പോൾ ഷഫീഖ് ചോദിച്ചു. ഷഫീഖ് ഉപ്പാനോട് ചോദിക്കുകയാണ്. ഷഫീഖ് വീട്ടിൽ ചെന്നപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഉപ്പ പറയാണ്, നീ ഈമാൻ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈമാൻ കാര്യങ്ങൾ നീ പഠിച്ചിട്ടില്ലേ ഷഫീഖ്? അതെ, ഈമാൻ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉപ്പ, ഈമാൻ കാര്യങ്ങൾ എത്രയുണ്ട്? അപ്പോൾ ഷഫീഖ് പറയുന്നു 6 ഉണ്ട് ഈമാൻ കാര്യങ്ങൾ. ഉപ്പ, 6ാമത്തേത് ഏതാണ്? അപ്പോൾ ഷഫീഖ് പറഞ്ഞു ഖദറിൽ വിശ്വസിക്കൽ. ഏതാണ്? ഖദറിൽ വിശ്വസിക്കൽ. ഇനി എന്താണ് ഖദറിലുള്ള വിശ്വാസം? അതിപ്പോൾ വിശദീകരിക്കുകയാണ് ഉപ്പ. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. ഒരാൾ എപ്പോൾ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല, എപ്പോൾ മരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഒരാൾക്ക് രോഗമുണ്ടാകുന്നതും ആരോഗ്യമുണ്ടാകുന്നതും വളർച്ചയും തളർച്ചയും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു തആലയാണ്. ഇനി അതിൽ ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും ഉണ്ടായേക്കാം. നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ ഖൈറായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഏത് കാര്യങ്ങളും ഉണ്ടാകും? ഷർറായ കാര്യങ്ങളും ഉണ്ടാകും. ഖൈറായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. ഖൈറായ കാര്യങ്ങൾ, വല്ല നേട്ടങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. വല്ല പ്രയാസങ്ങളും നമുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് കൈക്കൊള്ളണം? ക്ഷമ കൈക്കൊള്ളണം. പൊറുതികേട് കാട്ടരുത്.
ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. എങ്ങനെ ചെയ്യുന്നവർ? ഖൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യുകയും നന്ദി ചെയ്യുകയും ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാ. നമുക്ക് കാണാതെ പഠിച്ചാനുള്ള ഹദ്ദാദിലുള്ളൊരു വരിയാണത്, ദിക്റാണത്. ഖൈറും ഷർറുമെല്ലാം അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ്. ഖൈറായ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളുമെല്ലാം അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വനഫ്ഹം. സബ്റുൻ ക്ഷമ, ശുക്റുൻ നന്ദി, ഖൈർ നല്ലത്, സിര ഞരമ്പ്, ഷർറുൻ മോശപ്പെട്ടത്, സ്പന്ദനം മിടിപ്പ്. ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, എല്ലാം നടക്കുന്നത് അല്ലാഹു തആലയുടെ ഖദർ അനുസരിച്ചാണ്. 3 ഉദാഹരണങ്ങൾ എഴുതുക. ആൻസർ: ജനനം, മരണം, ആരോഗ്യം. അടുത്തത്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്കതിൽ ഒരു സ്വാധീനമില്ല, അങ്ങനത്തെ 3 കാര്യങ്ങൾ ഏതൊക്കെയാണത്? സിരകളിലൂടെ രക്തമൊഴുകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ നരമ്പിലൂടെ രക്തമൊഴുകുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല അത്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ശരീരത്തിലെ ആത്മാവ്, നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ, അതും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഉള്ളത്. ഇനി മൂന്നാമത്തെ, പ്രപഞ്ചത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. പ്രപഞ്ചത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. ഏതാണത്? സൂര്യൻ്റെ ഉദയവും അസ്തമയവും, മഴ പെയ്യുന്നത്, കാറ്റ് അടിക്കുന്നത്. ഇനി നാലാമത്തെ, ലോകത്ത് ഖൈറും ഷർറും നടക്കുന്നു, നാം എന്ത് ചെയ്യണം? ആൻസർ: ഖൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളണം. അഞ്ചാമത്തെ, വാജിബായ കാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് ലഭിക്കും? ആൻസർ: ശിക്ഷ ലഭിക്കും. 6, ഖൈറുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ആൻസർ: ശുക്ർ ചെയ്യണം അഥവാ നന്ദി ചെയ്യണം. ഇനി മൂന്നാമത്തെ, നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1, ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ ഡാഷ് ആണ്. എത്രാമത്തേതാണ്? 6ാമത്തേത് ആണ്. 2, ഈമാൻ കാര്യങ്ങൾ ഡാഷ് എണ്ണമാണ്. എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. 3, ഈമാൻ കാര്യങ്ങളിൽ 3ാമത്തേത് ഡാഷ് വിശ്വസിക്കലാണ്, അള്ളാഹുവിൻ്റെ കിതാബിലുള്ള വിശ്വാസമാണ്. 4, നമുക്ക് ഷർറുകൾ സംഭവിച്ചാൽ ഡാഷ് കൈക്കൊള്ളണം. എന്ത് കൈക്കൊള്ളണം? ക്ഷമ കൈക്കൊള്ളണം. ഇനി 4ാമത്തേത് നസിൽ, ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? വിപരീത പദങ്ങൾ പരസ്പരം ചേർക്കുക. വിപരീത പദങ്ങൾ പരസ്പരം ചേർക്കുക. അപ്പോൾ രോഗം എന്നതിൻ്റെ വിപരീത പദം ഇവിടെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ആരോഗ്യം എന്നുള്ളതാണ്, അത് ഇവിടെ എഴുതുക. അടുത്ത് മരണത്തിൻ്റെ വിപരീത പദം ഏതാണ്? ജനനം എന്നുള്ളതാണ്, അത് 2ാമത്തെ കള്ളിയിലേക്ക്. അടുത്ത് വളർച്ച എന്നതിൻ്റെ വിപരീത പദം തളർച്ച എന്നതാണ്. അടുത്ത് ഉദയം, അസ്തമയം, നല്ലത്, മോശപ്പെട്ടത്. അങ്ങനെ വിപരീത പദങ്ങൾ എഴുതി കൊടുക്കുക ഓരോന്നിൻ്റെയും നേരെ. 5ാമത്തേത് തഖ്സീസ്, ഖദർ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് ചെറിയ രൂപത്തിൽ നോക്കാം. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്, അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങിയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും ഉണ്ടായേക്കാം. ഇനിയും അത് വിശദമായിട്ട് എഴുതാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.